ഹായ്, ഇൻവെസ്റ്റിംഗ് ഇൻസൈറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ JDM പ്രൊജക്ടിനെ കുറിച്ച് സംസാരിച്ചു. അതിന്റെ തുടർച്ചയായി ഇന്ന് നമ്മൾ ഈ പ്രൊജക്ടിന്റെ കൂടുതൽ വിവരങ്ങളും ഇതിന്റെ ബെനിഫിറ്റ് പ്ലാൻ അതുപോലെ തന്നെ വർക്കിംഗ് പ്ലാനും പുതിയ കാര്യങ്ങളുമാണ് പങ്കുവെക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ JTMന്റെ പാർട്ട്ണർ പ്രോഗ്രാമിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ജോയിൻ ദ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കൊരു റിസ്ക്കും ഇല്ലാതെ, ഒരു ബേർഡനും ഇല്ലാതെ കംപ്ലീറ്റ്ലി സേഫായിട്ട് വന്ന് നിന്ന് ചെയ്യാനും, ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിക്കാനും, ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാനും, ട്രേഡിങ് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള സിഗ്നൽസ് കിട്ടുകയൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വരുന്ന സമയങ്ങളിൽ ഒരുപാട് പാർട്ട്ണർഷിപ്പുകൾ, ഒരുപാട് പ്രൊഡക്ട്സും കമ്പനിയിലേക്ക് വരാനായിട്ട് പോവാണ്. ഇതിനെ കൃത്യമായി നമ്മൾ ഈ പ്രൊജക്റ്റിനെ മനസ്സിലാക്കി മാർക്കറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിലേക്ക് വരാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വലിയ ഗ്രോത്ത് 100% നമുക്ക് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ വളരെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻകം പ്ലാൻ, അല്ലെങ്കിൽ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മോഡൽ, അല്ലെങ്കിൽ പാർട്ട്ണർ പ്രോഗ്രാം ഇന്ന് കമ്പനിയുടെ കൈവശമുണ്ട്. നമുക്കറിയാം, JTMലേക്ക് ഇന്ന് ഒരാൾക്ക് വരണമെങ്കിൽ 3 പാക്കേജസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് JTM സ്റ്റാർട്ടർ എന്ന് പറയുന്ന $100 പാക്കേജ്, JTM പ്രീമിയം എന്ന് പറയുന്ന $300 പാക്കേജ്, ആൻഡ് JTM എലൈറ്റ് എന്ന് പറയുന്ന $1000 പാക്കേജ്. ഈ 3 പാക്കേജിൽ ഏത് പാക്കേജ് എടുത്തിട്ട് വേണമെങ്കിലും ഒരാൾക്ക് JTMൽ നിന്ന് പാർട്ടാവാനായിട്ട് പറ്റും. 3 പാക്കേജിനും അതിൻ്റേതായ അതിൻ്റേതായ ബെനിഫിറ്റ്സുകളുണ്ട്. അതിൽ $100 വരുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി ക്രിപ്റ്റോ സ്പോട്ട് സിഗ്നൽസ് ആണ് അവിടെ കൊടുക്കുന്നത്. നമുക്കറിയാം, ബിറ്റ്കോയിനോ, എത്തേറിയം, സൊളാനയിലും ഉള്ള ഡെയിലി സ്പോട്ട് സിഗ്നൽസ് അവർക്ക് കിട്ടുന്നു. ബേസ്ഡ് ലെവൽ ഓഫ് എഡ്യൂക്കേഷണൽ കോഴ്സും മൊഡ്യൂൾസുമാണ് അവർക്ക് കിട്ടുന്നത്. 1% ബിസിനസ് ഷെയർ ആണ് അവർക്ക് കിട്ടുന്നത്. 5% പ്രോഫിറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ അവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയർ. 200% ROI. $300 പാക്കേജിലേക്ക് വരുമ്പോൾ അവർക്ക് ഗോൾഡിൻ്റെ സിഗ്നൽസും സ്പോട്ടിൻ്റെ സിഗ്നൽസും, 2 സിഗ്നൽസിലേക്കുള്ള ആക്സസ് അവർക്ക് കിട്ടുന്നു. അതുകൂടാതെ കോപ്പി ട്രേഡിങ് സ്റ്റാർട്ട് ആകുമ്പോൾ കോപ്പി ട്രേഡിങ്ങിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ആക്സസും അവർക്ക് $300 പാക്കേജുകാർക്ക് കിട്ടുന്നു. ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ചുള്ള കോഴ്സസ്, കുറച്ചുകൂടെ അഡ്വാൻസ് ലെവൽ ഓഫ് മൊഡ്യൂൾസ് ഉണ്ടാവും. 3% ബിസിനസ് ഷെയറിലേക്ക് വരും. 25% ബിസിനസ് ഡിവിഡൻഡിലേക്ക് കിട്ടാൻ വരും. 200% ROI. ഇനി $1000 വരുമ്പോൾ സ്പോർട്സ് സിഗ്നൽസ് ഉണ്ടാവും, ഗോൾഡിൻ്റെ സിഗ്നൽസ് ഉണ്ടാവും, പൊസിഷണൽ ട്രേഡിംഗ് സിഗ്നൽസ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നമുക്ക് എസ്പെഷ്യലി ഓൾഡ് കറൻസി, ക്രിപ്റ്റോ കറൻസികളിൽ റൈറ്റ് ടൈമിലുള്ള എൻട്രിയും പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ട് 2 വീക്സ് അല്ലെങ്കിൽ മന്ത് കീപ്പ് ചെയ്ത് വലിയ പ്രോഫിറ്റ് എടുക്കുന്ന രീതിയിലുള്ള പൊസിഷണൽ ട്രേഡിംഗ് സിഗ്നൽസും ഉണ്ടാവും. പിന്നെ ക്വാണ്ടം കോപ്പി, നമ്മുടെ കോപ്പി ട്രേഡിങ്ങിലേക്കുള്ള ആക്സസ്, ഹൈ ബാങ്കിൻ്റെ കാർഡ് വരുമ്പോൾ തന്നെ ആ കാർഡിലേക്കുള്ള ആക്സസ്, 6% ബിസിനസ് ഷെയർ, 65% ബിസിനസ് ഡിവിഡൻഡ്, 200%. അങ്ങനെ ഒരാൾക്ക് ഏതൊക്കെ സർവീസസ് ആണോ വേണ്ടത്, ഏതൊക്കെ ഏരിയയിലേക്കാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, അവർക്ക് കൃത്യമായ പാക്കേജ് ചൂസ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന സർവീസുകളെല്ലാം കിട്ടും. ഇനി അങ്ങനെ വന്ന ഒരാൾക്ക് ഈ സർവീസുകളെല്ലാം കിട്ടുകയും അവരിതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനും സേഫായിട്ടുള്ള ഒരു പ്രൊജക്റ്റിലേക്ക് പലരിലേക്കും നമുക്ക് പറയാൻ ആഗ്രഹമുണ്ട്. അവരിലേക്ക് പറഞ്ഞ് കമ്മ്യൂണിറ്റികൾ, കാരണം എന്താണ്, ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയോ ആരുടെയോ കമ്പനി പൈസ സ്വീകരിച്ച് ROI കൊടുക്കുകയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തോടുകൂടി ആൾക്കാരോട് ഇതിനെ സംസാരിക്കാം. കാരണം അവരൊരു പുതിയ സ്കില്ല് പഠിക്കുകയും അവർക്കൊരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയും അതിനുള്ള ടിപ്പുകളും സർവീസുകളും സിഗ്നൽസും എല്ലാം കൊടുക്കുന്ന രീതിയിൽ നമുക്കതുകൊണ്ട് ധൈര്യത്തോടെ ആളോട് സംസാരിക്കാൻ പറ്റും. അങ്ങനെ സംസാരിച്ച് നമുക്കൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ റെഡിയാണെങ്കിൽ നമുക്കിവിടെ ഇത്രത്തോളം ഇൻകങ്ങളാണ് ഇന്ന് കമ്പനി തരുന്നത്. അതിൽ അഫിലിയേറ്റ് പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 6 ഇൻകങ്ങളുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് എക്സ്ചേഞ്ചിൽ നിന്നും ബ്രോക്കറേജിൽ നിന്നും വരുന്ന IB കമ്മീഷൻ്റെ ഷെയറുകളുണ്ട്. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് കമ്പനിയുടെ പ്രൊജക്റ്റിൻ്റെ പ്രോഫിറ്റ് ഷെയർ അല്ലെങ്കിൽ ഡിവിഡൻഡ് നിങ്ങൾക്ക് കിട്ടും. അതിൽ ഫസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് ഡയറക്റ്റ് ബോണസാണ്. നിങ്ങൾക്ക് എത്ര പാക്കേജ് വേണമെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഡയറക്റ്റ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം, ഡയറക്റ്റ് നിങ്ങൾക്ക് വിൽക്കാം. നിങ്ങൾ ഡയറക്റ്റ് കൊടുക്കുന്ന എല്ലാ പാക്കേജിൻ്റെയും 10% നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇൻകം ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സെക്കൻഡ് ഇൻകം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ബോണസാണ്. ഇതൊരു ബൈനറി സ്ട്രക്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബൈനറി ഇൻകം ഉണ്ട്, 10%. മിനിമം $100 മാച്ച് ആവുന്നു, അല്ലെങ്കിൽ അതിന് എബോവ് മാച്ച് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് 10% ബൈനറി കിട്ടും. ഡെയിലി ബൈനറി ക്യാപ്പിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാക്കേജ് ഏതാണോ, നിങ്ങൾ ഏത് പാക്കേജാണോ ഹോൾഡ് ചെയ്യുന്നത് ആ പാക്കേജ് ആയിരിക്കും നിങ്ങളുടെ ഡെയിലി ബൈനറി ക്യാപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി മൈൽ സ്റ്റോൺ ബോണസ് എന്ന് പറയുന്നത് നമുക്ക് സിസ്റ്റത്തിൽ റാങ്കുകളുണ്ട്. റാങ്ക് റിവാർഡ്സ് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഏറ്റവും ബേസ് $1000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന റാങ്കുകളാണ്. അങ്ങനെ 17 റാങ്കുകളുണ്ട്. ഓരോ റാങ്കിലെത്തുമ്പോൾ നിങ്ങൾക്ക് 1 ടൈം റിവാർഡ്സ്, അത് $25, $50, $150. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പല കമ്പനികളും നിങ്ങൾക്ക് റാങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങൾ ഓഫർ ചെയ്യും. മൊബൈൽ ഫോൺ, ടാബ്, ബൈക്ക്, ലക്ഷറി കാർഡ്, വില്ല. ഇവിടെ ഇതൊന്നുമില്ല. നിങ്ങൾക്ക് USDT ആയിട്ട് തന്നെ എടുക്കാം. നിങ്ങൾക്ക് വേണ്ട എന്തോ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ടും
സാധിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് 17 റാങ്കുകളുണ്ട്. 17ാമത്തെ റാങ്കിൽ ഏകദേശം $10 million വരെ നിങ്ങൾക്ക് വൺ ടൈം പേയ്മെൻ്റ് ആയിട്ട് എടുക്കാനുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാങ്ക് റിവാർഡുണ്ട്. നിങ്ങൾക്ക് നമ്മളിവിടെ റാങ്കിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വലിയൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ റാങ്ക് റിവാർഡിലുണ്ട്. അടുത്തത് ലെഗസി ബോണസ് ആണ്. ലെഗസി ബോണസ് എന്ന് പറയുന്നത് നമുക്ക് ഗ്ലോബൽ ഷെയറിൻ്റെ പാർട്ടിസിപ്പേഷനിലേക്ക് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് റാങ്ക് ഹോൾഡേഴ്സിനാണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് 5 സെക്ടേഴ്സ് ഇവിടെ കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് സെക്ടറിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് എല്ലാവരും ഉണ്ട്. സെക്കൻഡ് സെക്ടറിൽ സെക്കൻഡ് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. തേർഡിൽ തേർഡ്, ഫോർത്തിൽ ഫോർത്ത്, ഫിഫ്ത്തിൽ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. സോ എല്ലാവർക്കും കമ്പനിയിൽ വീക്കിലി നടക്കുന്ന ഗ്ലോബൽ വോളിയത്തിൻ്റെ ഒരു വീക്കിൽ നടക്കുന്ന ഗ്ലോബൽ വോളിയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ ശതമാനം എന്ത് ചെയ്യും, എല്ലാ സെക്ടറിലേക്കും കൊടുക്കും. ആ സെക്ടറിലുള്ള ആൾക്കാരിലേക്ക് അത് ഈക്വലായിട്ട് എല്ലാ സാറ്റർഡേയിലും എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. സോ അങ്ങനെ ഫസ്റ്റ് റാങ്കിൽ എത്തുന്നിടം മുതൽ തന്നെ നമുക്കൊരു ഗ്ലോബൽ ബിസിനസ്സിൻ്റെ പാർട്ടാവാനും എല്ലാ വീക്കിലും ഗ്ലോബൽ ബിസിനസ്സിൻ്റെ ഇത്ര ശതമാനം നമുക്ക് നമ്മളിലേക്ക് ഒരു ഇൻകമായിട്ട് വരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻകമാണ് ലെഗസി ബോണസ് എന്ന് പറയുന്നത്. ഇനിയും അടുത്ത ഇൻകം ബിസിനസ് ഷെയർ ആണ്. നിങ്ങൾ ബെനിഫിറ്റ്സിനകത്ത് കണ്ടതാണ് ഈ ബിസിനസ് ഷെയർ. കാരണം ഈ ബിസിനസ് ഷെയർ എന്ന് പറയുന്നത് ഇവിടെ ഒരാളെയും എല്ലാവരെയും റിസ്ക് ഫ്രീ ആക്കുന്ന ഒരു ഇൻകമാണ്. ബിക്കോസ് ഇതിനൊരു കണ്ടീഷനുമില്ല. JTMൽ ഒരു പാക്കേജ് എടുത്തിട്ടുള്ള എല്ലാവർക്കും കിട്ടാൻ പോകുന്ന ഒരു ഇൻകമാണ് ബിസിനസ് ഷെയർ എന്ന് പറയുന്നത്. അയാൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും സർവീസുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം അവർക്ക് എന്ത് കിട്ടും, അവർക്ക് ഈ ബിസിനസ് ഷെയർ കിട്ടും. ഇനി അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനിയിൽ വരുന്ന കംപ്ലീറ്റ് സെയിലിൻ്റെ ഒരു 10% കമ്പനി മാറ്റി വെക്കുന്നത് ബിസിനസ് ഷെയറിലേക്കാണ്. ഈ 10% വീക്കിലി നടക്കുന്ന ബിസിനസ്സിൻ്റെ 10% അവർ കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ മാറ്റിയിട്ട് അതിനെങ്ങനെയാണ് കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 10%ൻ്റെ 1% എടുത്ത് $100 പാക്കേജുകാർക്ക് എല്ലാവർക്കുമായിട്ട് കൊടുക്കും. 3% എടുത്ത് $300 പാക്കേജുകാർക്ക് എല്ലാവർക്കുമായിട്ട് കൊടുക്കും. 6% എടുത്ത് $1000 പാക്കേജുകാർക്ക് എല്ലാവർക്കുമായിട്ട് കൊടുക്കും. അങ്ങനെ അവർക്കത് വീക്കിലി കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കും. ഒറ്റ കണ്ടീഷനുള്ളൂ, ഈ ഇൻകം ഒരാൾക്ക് മാക്സിമം 2x ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ 200% കിട്ടത്തുള്ളൂ. ഒരു $1000 പാക്കേജ് എടുത്ത ഒരാളാണെങ്കിൽ അവർക്ക് $2000 വരെ കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാൾ പാക്കേജ് എടുത്ത് വരുമ്പോൾ കമ്പനിയുടെ സർവീസസും ഷെയർ ഹോൾഡർ ആവുന്നു, സർവീസുകൾ കിട്ടുന്നു, ട്രേഡ് ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ മുടക്കിയ പാക്കേജിൻ്റെ ഫീസ് അവർക്ക് എന്ത് ചെയ്യുവാണ്, 2 ഇരട്ടിയായിട്ട് കമ്പനി തിരിച്ചു കൊടുക്കുവാണ്. അത് പെർസെൻറ്റേജിലോ ഇതിലോ അല്ല, കമ്പനിയുടെ സെയിൽസിനനുസരിച്ച്. എങ്കിൽ പോലും ചിലവർക്ക് അത് ഫാസ്റ്റായിട്ട് കിട്ടും, ചിലവർക്ക് അത് സ്ലോ ആയിട്ട്. എങ്കിൽ പോലും അവരൊരു ഈ പഠിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഗ്രോത്തിന് വേണ്ടി മുടക്കിയ ഒരു ക്യാഷ് 100% അവരിലേക്ക് തന്നെ അത് 2 ഇരട്ടിയായിട്ട് വരുന്നൊരു സിനാരിയോ ആകുമ്പോൾ ഇവിടെ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും 100% റിസ്ക് ഇല്ലാതെ ഫ്രീ ആവുന്ന ഒരു സിനാരിയോ ഉണ്ടാവുകയും കോൺഫിഡൻസോടുകൂടി നമുക്ക് മാർക്കറ്റിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. സോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻകമാണ് ബിസിനസ് ഷെയർ എന്ന് പറയുന്നത്. ഇനി അഫിലിയേറ്റിലെ ലാസ്റ്റ് ഇൻകമാണ് ട്രേഡിംഗ് പൂൾ ഇൻകം. ട്രേഡിംഗ് പൂൾ ഇൻകം എന്ന് പറയുന്നത് കോപ്പി ട്രേഡിംഗ് സ്റ്റാർട്ടായി കഴിഞ്ഞ് കമ്പനിക്ക് കോപ്പി ട്രേഡിങ്ങിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ 10%, കാരണം കോപ്പി ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ആ കോപ്പി ട്രേഡിങ്ങിൽ നിന്ന് കമ്പനിക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ 10% കമ്പനി തിരിച്ച് റാങ്ക് ഹോൾഡേഴ്സിലേക്ക് തന്നെ കൊടുക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് 5 പൂളുകൾ ഇവിടെ കാണാം. ഫസ്റ്റ് പൂളിൽ 1 മുതൽ 3 വരെയുള്ള റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. സെക്കൻഡ് പൂളിൽ 4 മുതൽ 6 വരെയുള്ള റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. തേർഡ് പൂളിൽ 7 മുതൽ 9 വരെയുള്ള റാങ്ക് ഹോൾഡേഴ്സും, ഫോർത്ത് പൂളിൽ 10 മുതൽ 12 വരെ, ഫിഫ്ത്ത് പൂളിൽ 13 മുതൽ 17. അങ്ങനെ 5 പൂളുകളിലായിട്ട് എല്ലാ റാങ്ക് ഹോൾഡേഴ്സും ഉണ്ട്. അങ്ങനെ അവരിലേക്ക് അതിൻ്റെ ഈ 10%-ൻ്റേത് 2% എല്ലാ പൂളുകളിലേക്കും കൊടുത്ത് അത് അവിടെയുള്ള ആൾക്കാരിലേക്ക് അത് ഈക്വലായിട്ട് എന്ത് ചെയ്യും, വീക്കിലി ബേസിൽ എല്ലാ സാറ്റർഡേയിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇൻകമാണ് ട്രേഡിംഗ് പൂൾ ഇൻകം എന്ന് പറയുന്നത്. ഇനിയും ഇൻകങ്ങൾ കഴിഞ്ഞിട്ടില്ല. അടുത്തത് ഇതാണ് ഏറ്റവും വലിയൊരു ഇൻകം നിങ്ങൾക്ക് ഭാവിയിൽ കിട്ടാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇവിടെ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നത് മെക്സിം, സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്ന 2 പ്ലാറ്റ്ഫോമുകളാണ്. സോ അവിടേക്ക് കമ്മ്യൂണിറ്റികൾ വരുമ്പോൾ അതിനകത്ത് ട്രേഡിങ്ങുകൾ നടക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വന്ന് വോളിയം കയറുമ്പോൾ 100% കമ്പനിക്ക് IB കമ്മീഷനായിട്ടും ട്രാൻസാക്ഷൻ ഫീസായിട്ടും വലിയൊരു എമൗണ്ട് വരികയും ആ എമൗണ്ട് കമ്പനി ഹോൾഡ് ചെയ്യാതെ 100% കമ്മ്യൂണിറ്റിയിലേക്ക് തന്നെ കൊടുക്കുകയാണ്. അതും സെക്കൻഡ് റാങ്ക് മുതലുള്ളവർക്ക് അത് കിട്ടും. സെക്കൻഡ് റാങ്കിൽ എത്തുന്ന ആൾക്കാർക്ക് ഈ 100%-ന് 30% സെക്കൻഡ് റാങ്കിലുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. തേർഡിലേക്ക് വരുമ്പം 25, സെക്കൻഡിൻ്റെ 30 കിട്ടും, തേർഡിൻ്റെ 25 കിട്ടും. ഫോർത്തിലേക്ക് വരുമ്പോൾ സെക്കൻഡിൻ്റെയും തേർഡിൻ്റെയും കിട്ടും, ഫോർത്തിൻ്റെ 20 കിട്ടും. അങ്ങനെ 6ാമത്തെ റാങ്കിലേക്ക് എത്തുമ്പോൾ ഈ 100%-ൻ്റെയും പാർട്ടിസിപ്പേഷനിലേക്ക് വരാനുള്ള ഒരു ചാൻസ് കിട്ടും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാ മാസവും 1-ാം തീയതിയാണ് ക്രെഡിറ്റ് ആവുന്നത്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കമ്പനി ഗ്രോ ചെയ്യുമ്പോൾ 2 പ്ലാറ്റ്ഫോമുകളിലേക്കും വോളിയം വലുതായി കയറുമ്പോൾ നമുക്ക് 100% വലിയൊരു ഇൻകം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മുടെ ടീമിൽ ഇച്ചിരി വോളിയം കുറവാണെങ്കിലും ഗ്ലോബലി മറ്റുള്ള ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമുകളിലേക്ക് വോളിയം കയറ്റിയാൽ മതി, നമ്മൾ റാങ്ക് അപ്ഗ്രേഡ് ചെയ്ത് പോയാൽ മതി, നമുക്ക് വലിയൊരു ഇൻകം മന്ത്ലി ബേസിസിൽ നമുക്ക് ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനി ഇവിടെ നമുക്ക് തരുന്നത്.
ഇനി ലാസ്റ്റ് തിങ് ആണ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻഡ്. കമ്പനി ഫസ്റ്റ് പ്രൊജക്റ്റ് അങ്ങനെ പ്രൊഡക്റ്റുകളും കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റിൻ്റെ $1000 പാക്കേജുകാർക്ക് 65% ഷെയർ കിട്ടും. $300 പാക്കേജുകാർക്ക് എല്ലാവർക്കും കൂടെ 25% ഷെയർ കിട്ടും. $1000 പാക്കേജുകാർക്ക് എല്ലാവർക്കും കൂടെ 5% ഷെയർ കിട്ടും. 5% അവർ ഒരു ചാരിറ്റിക്ക് വേണ്ടിയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. സോ ഇതും ക്വാർട്ടർലി ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. വൺസ് എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ അവരുടെ ഫസ്റ്റ് ഹൈ ബാങ്കും അതുപോലെ തന്നെയുള്ള 2-3 പാർട്ട്ണർഷിപ്പ് പ്രൊജക്ട്സുകളെല്ലാം സ്റ്റാർട്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓണേഴ്സായിട്ടും അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് മാറാനും നമുക്കതിൻ്റെ ഡിവിഡൻഡ് കിട്ടാനുമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും നമുക്ക് കിട്ടും. സോ ഇതാണ് ഇന്ന്. ഇതിൻ്റെ കൂടാതെ തന്നെ ഒരു കിക്ക് ഓഫ് ഇൻസെൻറ്റീവ് പ്രോഗ്രാം നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ ഇനിഷ്യൽ സ്റ്റേജിൽ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻകം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ID ആക്ടിവേറ്റ് ചെയ്ത് 10 ദിവസത്തിനുള്ളിൽ നമുക്ക് 5 റെഫറൽസ് കൊണ്ടുവരാനായിട്ട് സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു റിവാർഡ്, ഇപ്പോൾ നമുക്ക് 100ൻ്റെ 5 പേരെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് $100 റിവാർഡായിട്ട് കിട്ടും. 300ൻ്റെ 5 പേരെ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് $300 റിവാർഡായിട്ട് കിട്ടാനും 1000ൻ്റെ 5 പേരെ നമുക്ക് റെഫർ ചെയ്യാനായിട്ട് സാധിച്ചാൽ $1000. നമുക്ക് ഇപ്പം ഒരു 10 ദിവസത്തിനുള്ളിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് തിരിച്ച് ഇൻകമായിട്ട് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ ടീം ഡെവലപ്പ് ചെയ്യാൻ, ടീമിനോട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷോർട്ട് ടൈം കൊണ്ട് തന്നെ നമുക്കൊരു വലിയ ടീം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ 10 ദിവസം നമ്മുടെ ID ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം 10 ദിവസമാണ് നമുക്കിന് സമയമുള്ളത്. അതിനുള്ളിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ ഈ 5 ഡയറക്റ്റ് റെഫറൽ കൊണ്ടുവരാൻ. സോ ഇത്രയും ഇൻകങ്ങളാണ് ഇന്ന് JTM എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ ഒരാൾക്ക് കിട്ടുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ല ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ഒരു ഇൻകം പ്ലാനാണ്, വളരെ സേഫ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. നമുക്ക് കമ്പനിക്ക് ഒരു ബേർഡനും ഇല്ലാതെ മുന്നോട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ പെർഫെക്റ്റ്ലി ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഒരു മാർക്കറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷനും കൂടാതെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമ്മളെപ്പോഴും ഗ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് നമ്മൾ ഒരാൾക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കുക, ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മളും അതിൻ്റെ കൂടെ തന്നെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. സോ അങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിസ്റ്റമാണ്. എല്ലാവരും കൃത്യമായിട്ടുള്ള ഇൻകം പ്ലാൻ മനസ്സിലാക്കുക. താങ്ക് യു സോ മച്ച്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.